ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് ഞാൻ കുട്ടികളുടെ ഫേവറേറ്റ് ആയ ഡോണറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. നിങ്ങളത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് പോലും വളരെയധികം ഇഷ്ടമാവും. നല്ല സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് 1.5 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കണം. ഗോതമ്പ് പൊടി വെച്ചിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ചെയ്യാം, പക്ഷെ ഒന്നും കൂടെ ടേസ്റ്റ് മൈദ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ അത് 1.5 ടേബിൾ സ്പൂൺ എടുക്കരുത്, 1 ടീസ്പൂൺ മതിയാകും. ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് വല്ലാതെ അങ്ങ് കൂടരുത്. നമുക്ക് ആ പ്ലെയിൻ ആയിട്ട് ഇടുന്നതിന് പകരം ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്കിംഗ് പൗഡറും ഉപ്പും മൈദ എല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം 1/2 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 1/2 കപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി തൈര് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ 3/4 കപ്പ് അളവിലാണ് തൈര് ഈ 1.5 കപ്പ് മൈദയിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ആദ്യം വരുന്നത് ആ സെൻറ്ററിലൊരു ഹോളായിട്ട് നമ്മുടെ വട ഷേപ്പിലുള്ള ഡോണറ്റ്സ് ആയിരിക്കും അല്ലേ? പക്ഷേ നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത് അതുപോലെയല്ല. അതിനേക്കാളും വളരെ ഈസി ആയിട്ടും ഇപ്പം ഈസ്റ്റ് ഇല്ലാത്തവർക്ക് പോലും ചെയ്തെടുക്കാം. സാധാരണ ഇത് ഈസ്റ്റ് വെച്ചിട്ടല്ലേ ചെയ്തെടുക്കാറ്. അതില്ലാതെയും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോണറ്റ്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഇത്തിരി ഡ്രൈയിങ് ആയി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ 1/4 കപ്പ് കൂടി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തം 3/4 കപ്പ് അളവിലാണ് തൈര് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തൈരിന് പകരം വെള്ളം വെച്ച് കുഴക്കരുത്, തൈര് വെച്ച് കുഴക്കുന്നതാണ് ടേസ്റ്റ്. ഇനിയിപ്പോൾ തൈര് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാല് വെച്ചിട്ട് കുഴച്ചെടുത്താലും മതി. പിന്നെ ഒരു കാര്യം, തൈരാണെങ്കിലും പാലാണെങ്കിലും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിനി വേറൊരു പാൻ എടുക്കണം. അതിലേക്ക് 2 എഗ് യോക്ക് ഇട്ട് കൊടുക്കണം. മുട്ടയുടെ വെള്ള പാടില്ല, മഞ്ഞ മാത്രം മതിയാകും. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലൊരു മുട്ടയുടെ വെള്ള ഉണ്ട്, അതൊന്ന് എടുത്ത് മാറ്റട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദയും ചേർക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഡോണറ്റ്സിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീമാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ശേഷം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് അധികം മധുരമുള്ള സംഭവമൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ചധികം ഷുഗർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രീമിലേക്ക് ചേർക്കാം. പക്ഷേ ഈ ക്രീം ഇല്ലാതെയും ഡോണറ്റ്സ് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ. ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ക്രീം നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ക്രീം ഇല്ലാതെയും നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കോൺഫ്ലോറിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം കയ്യിലുള്ളവരൊക്കെ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം വിപ്പിംഗ് ക്രീം കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത്. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റുള്ള ഒരു ക്രീമാണ്. പക്ഷേ വാനില എസൻസ് ചേർക്കുന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ, അല്ലെങ്കിൽ മുട്ടയുടെ സ്മെല്ല് വരും. അപ്പോൾ ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. എന്നിട്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, മീഡിയത്തിനേക്കാളും ഒരല്പം കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് ആവേണ്ട, അതിന് മുൻപ് തന്നെ നമുക്കിത് ഒന്ന് തിക്കായിട്ട് കിട്ടും.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇത് നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇത് എപ്പോഴാണോ ഉപയോഗിക്കുന്നത് അപ്പോൾ പുറത്തേക്ക് എടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ ഞാനൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മാവ്. അത് നമുക്ക് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ കൂടി ചേർക്കുന്നുണ്ട്. ബട്ടർ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബട്ടർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഒരല്പം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ ബട്ടർ നിങ്ങൾക്ക് മെൽറ്റ് ചെയ്തിട്ടും വേണമെങ്കിൽ കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉരുളകളാക്കി മാറ്റണം. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിലുള്ള ഒരു ഉരുളകളാക്കി കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ അങ്ങ് പൊട്ടിപ്പോരും. അപ്പോൾ നമ്മൾ കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് ഷേപ്പാക്കി മാറ്റാം, ബോൾ ഷേപ്പാക്കിയിട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വലുതാക്കണം എന്നില്ല, കുട്ടി കുട്ടി ബോൾസാക്കി ചെയ്താലും മതിയാകും. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുമ്പോഴൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇതുപോലെ വലിയ ബോൾസ് ആക്കുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം ഉൾവശം വേവാൻ ഇത്തിരി ടൈം എടുക്കും. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു തുണി ഇതിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. അപ്പോൾ അത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഡീപ്പ് ഫ്രൈയിങ് ആണ് വേണ്ടിയത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ശേഷം നമുക്ക് ഡോണറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെറിയ ബോൾസ് ആക്കുകയാണെങ്കിൽ അതാകും ഒന്നും കൂടെ എളുപ്പം. ഇത്ര വലിയ ബോൾസ് ആക്കരുത്. അതാണ് എനിക്ക് തോന്നിയ കാര്യം. കാരണം അതിൻ്റെ ഉൾവശം വെന്ത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാകും. പിന്നെ ഒരു കാര്യം, ഫ്ലെയിം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് പോകരുത്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം ഒട്ടും തന്നെ വെന്തിട്ടുണ്ടാവില്ല, എന്ന പുറം വശം കരിഞ്ഞു പോകുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ പേരിൽ തീ എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ എണ്ണ ചൂടാക്കുക. ശേഷം ഒരല്പം ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ എടുത്തെടുത്തിട്ട് വീണ്ടും പറയുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ഡോണറ്റ്സും ഇതാ കിഡിലനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇതാ ചില ഡോണറ്റ്സ് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ക്രാക്ക് വീണിട്ടുണ്ട്. ചിലത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ബൗളിൽ പഞ്ചസാര എടുക്കുക. ഇത് നിർബന്ധമില്ല കേട്ടോ, ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ വെറുതെ ചെയ്യുന്നതാണ്. അപ്പോൾ ഡോണറ്റ്സ് നമുക്ക് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്തിട്ട് റോൾ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ പുറമേയൊക്കെ അങ്ങ് പഞ്ചസാര അങ്ങ് ആയിക്കോളും. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്കെല്ലാം അങ്ങ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ ഡോണറ്റ്സ് എടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ വെച്ചിട്ടോ ഒന്ന് ഇതുപോലെ ഹോളാക്കി കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ക്രീം ഉണ്ടല്ലോ, അത് ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്കിതങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന റെസിപ്പിയാണിത്. അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സിമ്പിളല്ലേ ഇത് ചെയ്തെടുക്കാനായിട്ട്. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈം ഒഴിച്ച് പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്